ശ്രീരാമൻ്റെ ഒരു ചോദ്യത്തിന് വസിഷ്ഠ മഹർഷി മറുപടി പറയാൻ ആരംഭിക്കുകയാണ്. ആ ചോദ്യം നമുക്കൊന്നുകൂടെ വായിക്കാം. ശ്രീരാമ ഉവാച ഏവം ചേത്തദ്വദ ബ്രഹ്മൻ ദ്രഷ്ടൃദൃശ്യാവഭാസനം കിമിദം കഥമാഭാതി ഭൂയോപി വദതാംബര. അല്ലയോ വാഗ്മികളിൽ ശ്രേഷ്ഠനായ വസിഷ്ഠ മഹർഷി, ഒരു കാര്യം ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പഠിപ്പിക്കുക, അധ്യാപനം എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള ഒരു കഴിവല്ല. പഠിപ്പിക്കാം, പക്ഷേ ഈ കേൾക്കുന്നവനത് മനസ്സിലാകണമല്ലോ. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കാര്യത്തെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവദത്തമായ ഒരു കഴിവാണ്. അങ്ങേക്ക് ആ കഴിവ് ആവശ്യത്തിൽ കൂടുതലുണ്ട്. അങ്ങ് പറയുന്നത് നല്ലതുപോലെ എനിക്ക് മനസ്സിലാകുന്നു എന്നാണ് ഈ വദതാംബര എന്നുള്ള പദപ്രയോഗത്തിലൂടെ ശ്രീരാമൻ ഉദ്ദേശിക്കുന്നത്. അങ്ങ് വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിവുള്ളവനാണ്. അതിസൂക്ഷ്മമായ ആത്മതത്വത്തെയും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളെയും അങ്ങ് വളരെ വ്യക്തമായി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. എനിക്കത് നല്ലപോലെ മനസ്സിലാക്കാൻ കഴിയുന്നു. എൻ്റെ സംശയം ഇതാണ്, ഏവം ചെയ്ത് ഇങ്ങനെയാണെങ്കിൽ, എങ്ങനെയാണെങ്കിൽ ദ്രഷ്ടാവ്, ദൃശ്യം, ദർശനം, ഈ ത്രിപുടി യഥാർത്ഥത്തിൽ ഭ്രമമാണ്. ഇങ്ങനെ മൂന്നെണ്ണമില്ല, ഒരേ ആത്മതത്വം തന്നെയാണ് ദ്രഷ്ടാവെന്ന പോലെയും ദൃശ്യമെന്ന പോലെയും ദർശനം എന്ന പോലെയും കാണപ്പെടുന്നത് എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനെ ഞാൻ അംഗീകരിച്ചാൽ ദ്രഷ്ടൃദൃശ്യാവഭാസനം, ദർശനത്തെ നമുക്ക് വിടാം. ദ്രഷ്ടാവും ദൃശ്യവും തമ്മിൽ ബന്ധപ്പെടുന്നത് ദർശനത്തിലൂടെയാണ്. ഈ ദ്രഷ്ടാവ് ദൃശ്യം എന്ന് രണ്ടായി വേർതിരിഞ്ഞ് നിൽക്കാൻ എന്താണ് കാരണം? ഒന്നായിട്ട് തന്നെ ഇരുന്നാൽ പോരെ, ആത്മാവ് ഏകമായി നിന്നാൽ പോരെ. അതെന്തിനാണ് ദ്രഷ്ടാവെന്ന പോലെയും ദൃശ്യമെന്ന പോലെയും പ്രകാശിക്കുന്നത്? ആ അനുഭവത്തിന്, ആ ദ്വൈതാനുഭവത്തിന് എന്താണ് കാരണം? കിമിതം, ഈ ദ്രഷ്ടാവ് ദൃശ്യം, ദൃശ്യമെന്ന് പറയുന്നത് ലോകമാണ്. ദ്രഷ്ടാവെന്ന് പറയുന്നത് ഓരോ ശരീരത്തിലും ഇരിക്കുന്ന ഞാനാണ്. ലോകത്തെ അനുഭവിക്കുന്നത് വ്യക്തി അഹന്തയാണ്, അല്ലെങ്കിൽ ജീവാത്മാവാണ്. എന്താണ് ഈ ദ്രഷ്ടാവും ദൃശ്യവും? കഥമാഭാതി, എങ്ങനെയാണ് ഇവ മാറി നിന്ന് പ്രകാശിക്കുന്നത്? ഒന്നേ ഉള്ളൂ എന്നാണ് അദ്വൈത സിദ്ധാന്തം പറയുന്നത്. പക്ഷേ താനാണ് ദൃശ്യമായി മാറിയിരിക്കുന്നത് എന്നുള്ള കാര്യം എത്ര ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ വേർതിരിഞ്ഞ് നിൽക്കുന്നത് എന്താണ്? ഇത് ഇങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കാൻ കാരണം എന്താണ്? ഈ കാര്യം അങ്ങ് ഇതിനു മുമ്പ് പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകൂടെ പറയൂ, ഒരിക്കൽ കൂടെ വ്യക്തത വർദ്ധിപ്പിക്കാനായി, കുറച്ചുകൂടെ എനിക്ക് നല്ലപോലെ മനസ്സിലാകണം എന്നുള്ളത് കൊണ്ട് അതിനെ ഒന്നുകൂടെ പറഞ്ഞു തരൂ. ഇതാണ് രാമൻ്റെ ആവശ്യം. ആ ചോദ്യത്തിനാണ് വസിഷ്ഠ മഹർഷി മറുപടി പറയാൻ പോകുന്നത്. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ വായിച്ചില്ല. യതി ദ്രഷ്ടൃദൃശ്യേ അത്യന്ത അസതി, അങ്ങ് പറഞ്ഞത് ദ്രഷ്ടാവും ദൃശ്യവും ഒരുപോലെ മിഥ്യയാണെന്നാണ്. രണ്ടും കള്ളമാണ്. അങ്ങനെ രണ്ടും അസത്താണെങ്കിൽ, അത്യന്തം അസത്താണെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഭ്രമങ്ങളാണ് ദ്രഷ്ടാവും ദൃശ്യവും എങ്കിൽ ആ യുക്തിയെ അംഗീകരിച്ചാൽ തയോഹോ കഥം അവഭാസനം, ഇവ രണ്ടായി മാറി നിന്ന് പ്രകാശിക്കുന്നത് എങ്ങനെ? അത്യന്ത അസതഃ ഭാന അദർശനാദിതി രാമശങ്കത, തികച്ചും ഇല്ലാത്തത്, വെറും ഭ്രമമായിട്ടുള്ളത് എങ്ങനെയാണ് ഉള്ളതുപോലെ കാണപ്പെടുന്നത്? ഇല്ലാത്തത് എന്ന് അങ്ങ് പറഞ്ഞു, സമ്മതിച്ചു, ഇല്ലാത്തതാണെന്ന് അംഗീകരിക്കാം. പക്ഷേ ഉള്ളതുപോലെയാണല്ലോ എല്ലാവരും അനുഭവിക്കുന്നത്. അവനവൻ്റെ ഉള്ളിലുള്ള ഞാനിനെയും
ആ ഞാനിൻ്റെ മുമ്പിൽ പ്രകാശിക്കുന്ന പ്രപഞ്ചത്തെയും സത്യം എന്ന പോലെയാണ് ഓരോ ജീവനും വിചാരിക്കുന്നത്. ഇങ്ങനെ കരുതുന്നതിന് എന്താണ് കാരണം? ഈ രണ്ടും ഇല്ലാത്തതാണ് എന്ന് അങ്ങ് പറയുന്നുമുണ്ട്. ഇതിന് വസിഷ്ഠ മഹർഷി എന്ത് മറുപടിയാണ് പറയുന്നതെന്ന് നോക്കാം. ശ്രീ വസിഷ്ഠ ഉവാച അസദ്രൂപസ്യ ദൃശ്യസ്യ കാരണാഭാവതഃ സദാ ദൃശ്യതാസ്യേത്യഭിപ്രൗഢിനിർദ്ദേശസ്യാത്യസംഭവാത്. അസദ്രൂപസ്യ ദൃശ്യസ്യ, ഈ ദൃശ്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കാഴ്ച. മറ്റൊന്നെന്ന പോലെ നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ എന്തെന്തൊക്കെ ഉണ്ടോ അതെല്ലാം ദൃശ്യമാണ്. അങ്ങനെ നോക്കിയാൽ ശബ്ദവും ഒരർത്ഥത്തിൽ ദൃശ്യമാണ്, രസവും ദൃശ്യമാണ്, ഗന്ധവും ദൃശ്യമാണ്, സ്പർശവും ദൃശ്യമാണ്. നമ്മൾ ഈ കണ്ണിലൂടെ കാണുന്നതിന് മാത്രമാണ് ദൃശ്യം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. അതാത് ഇന്ദ്രിയങ്ങളുടെ വിഷയം, അതെല്ലാം അതാത് ഇന്ദ്രിയങ്ങളുടെ ദർശനമാണ്, അല്ലെങ്കിൽ അതാത് ഇന്ദ്രിയങ്ങളുടെ ദൃശ്യമാണ്. ഈ ദൃശ്യം അത്യന്തം ഇല്ലാത്തത് തന്നെയാണ്. മായയാണ് ദ്വൈത ദൃശ്യമായി കാണപ്പെടുന്നത്. അസദ്രൂപസ്യ ദൃശ്യസ്യ, അസത്തായിരിക്കുന്ന ദൃശ്യത്തിൻ്റെ ആ ദൃശ്യം അസത്ത് എന്ന് പറയാൻ എന്താണ് യുക്തി? എന്തുകൊണ്ടാണ് വേദാന്തികൾ ഈ ദൃശ്യത്തെ കള്ളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ യുക്തി വളരെ ലളിതമാണ്. ദൃശ്യത്തെ സത്യം എന്ന് അംഗീകരിച്ചാൽ ആ ദൃശ്യത്തിന് യുക്തിയുക്തമായ ഒരു കാരണം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായി വരും. ഒന്ന്, നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ പ്രകാശിക്കുന്നു. ആ ദൃശ്യത്തിൻ്റെ അനുഭവത്തിന് വ്യക്തമായ ഒരു കാരണമുണ്ടാവണം. ഈ ദൃശ്യങ്ങൾ ഒന്നിനും ആർക്കും കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ദൃശ്യം കള്ളം. കാരണമില്ലാതെ കാര്യം മാത്രം ഉണ്ടാവില്ല, എല്ലാറ്റിനും ഒരു കാരണം ഉണ്ടാവണം. കാരണമില്ലാതെ കാണപ്പെടുന്ന കാഴ്ചയാണ് ഭ്രമം അല്ലെങ്കിൽ മിഥ്യ. ആ ഭ്രമാനുഭവത്തിന് വിശേഷിച്ചൊരു കാരണമില്ല, പക്ഷേ കാണപ്പെടുന്നു, വ്യക്തമായി നമ്മൾ അനുഭവിക്കുന്നു. സ്വപ്ന പദാർത്ഥങ്ങൾ എന്ന പോലെ സ്വപ്ന പദാർത്ഥങ്ങൾ വ്യക്തമായിട്ടാണ് അനുഭവിക്കുന്നത്. അനുഭവിക്കുമ്പോൾ ആർക്കും ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടാവുന്നില്ല. ഉള്ളതുപോലെയാണ് നമ്മൾ സ്വപ്നത്തെ അനുഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ മിഥ്യാത്വം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മാത്രമാണ് നാം തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഇല്ല എന്ന് തിരിച്ചറിയപ്പെടുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രം എങ്ങനെ ഉള്ളതുപോലെ തോന്നി? ഈ ചോദ്യത്തിന് സ്വപ്ന ദ്രഷ്ടാവാണ് മറുപടി പറയേണ്ടത്, അല്ലാതെ മറ്റൊരാളല്ല. സ്വപ്നത്തെ അനുഭവിച്ചതാരാണ്? ആ പ്രത്യേക വ്യക്തിയാണ്. ആ വ്യക്തി വേണം ഈ ചോദ്യത്തിന് മറുപടി പറയാൻ, അല്ലെങ്കിൽ മറുപടി കണ്ടെത്താൻ. സ്വപ്നദ്രഷ്ടാക്കളായ നമ്മുടെ പക്കൽ ഇതിൻ്റെ മറുപടി ഉണ്ടോ? എന്തുകൊണ്ട് ഇല്ലാത്ത സ്വപ്ന പദാർത്ഥങ്ങളെ ഞാൻ ഉള്ളതുപോലെ അനുഭവിച്ചു? യുക്തിയുണ്ടോ? ഇല്ല. ഉള്ളതുപോലെ തോന്നി. കുറേ നേരത്തേക്ക് ഞാൻ ഒരുതരം ഭ്രമത്തിൽ അകപ്പെട്ടു എന്നല്ലാതെ വേറെ എന്തുത്തരം പറയാൻ പറ്റും? ഇല്ലാത്തവയാണ് സ്വപ്ന ദൃശ്യങ്ങൾ. അവ ഉള്ളതുപോലെ അനുഭവപ്പെടാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ എൻ്റെ അവിവേകം, എൻ്റെ വിഡ്ഢിത്തം, എനിക്ക് പറ്റിയ അബദ്ധം, എൻ്റെ അറിവില്ലായ്മ, അല്ലാതെ വേറെന്താണ്? സ്വപ്ന പദാർത്ഥങ്ങളെ ഇല്ലാത്തവയാണെന്ന് സ്വപ്നത്തിൽ ഞാൻ അറിയണമായിരുന്നു, പക്ഷേ അങ്ങനെ നമുക്കറിയാൻ പറ്റുന്നില്ല. അത് എൻ്റെ പിടിപ്പുകേടോ കഴിവില്ലായ്മയോ അല്ലാതെ ആ വസ്തുക്കൾ വാസ്തവമായതുകൊണ്ടല്ല, സ്വപ്ന ദൃശ്യങ്ങൾ സത്യമായതുകൊണ്ടല്ല നമ്മൾ അവയെ അനുഭവിക്കുന്നത്. ഇല്ലാത്തതിനെ ഒരാൾ എന്തിന് സത്യമെന്ന പോലെ അനുഭവിക്കുന്നു? ഈ ചോദ്യം സത്യമെന്ന പോലെ അനുഭവിക്കുന്നവൻ വേണം ഇതിന് മറുപടി പറയാൻ. അതുകൊണ്ട് രാമ, നിന്റെ ചോദ്യം തന്നെ അബദ്ധമാണ്. ഇല്ലാത്ത ഒന്നിന് ഞാൻ ഉണ്ടെന്ന് അനുഭവിച്ചിട്ട് മറ്റൊരാളോട് അതിന് കാരണം എന്തെന്ന് ചോദിക്കുന്നു.
ഇതിൽ പരം വിഡ്ഢിത്തം വേറെ എന്തെങ്കിലും ഉണ്ടാവാൻ പറ്റുമോ? എനിക്ക് പറ്റിയ ഒരു അമളി, എൻ്റെ ഒരു ഭ്രമം എന്നല്ലാതെ വേറെ എന്ത് കാരണം കണ്ടുപിടിക്കാൻ പറ്റും? യുക്തിയുക്തമായ ഒരു കാരണം ഒരു ഭ്രമാനുഭവത്തിനും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. എന്ത് ഭ്രമമോ ആയിക്കോട്ടെ. ഭ്രമാനുഭവം എന്ന് പറഞ്ഞാൽ യുക്തി കണ്ടുപിടിക്കാൻ പറ്റാത്ത വ്യക്തമായ അനുഭവം. അതാണ് ഭ്രമം എന്ന് പറയുന്നത്. അതിൽ അവ്യക്തതയൊന്നുമില്ല. ഒരു ഭ്രമാനുഭവത്തിലും അവ്യക്തതയുണ്ടാവില്ല. വളരെ വ്യക്തമായിട്ടാണ് ഏത് ഭ്രമത്തെയും മനുഷ്യർ അനുഭവിക്കുന്നത്. അപ്പോൾ അതിന് ഒരു കാരണം അന്വേഷിക്കുന്നത് വിഡ്ഢിത്തമാണ്. അതില്ലാത്തതാണെന്ന് അറിഞ്ഞാൽ പോരെ. അല്ല, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതില്ലാത്തതാണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ ഇപ്പോൾ നാം സത്യമെന്ന് കരുതുന്ന ഈ ലോകം ഇത് മിഥ്യയാണെന്ന് ജ്ഞാനികൾ പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഒരു അല്പം മാർജിൻ കൊടുത്തിട്ടേ നമ്മൾ ഇതിനെയൊക്കെ അംഗീകരിക്കത്തുള്ളൂ. പൂർണ്ണമായി ഇത് മിഥ്യയാണെന്ന് നമ്മുടെ ബുദ്ധി ഉൾക്കൊള്ളുന്നില്ല. അതിന് കാരണം നമ്മുടെ ഉള്ളിലുള്ള അജ്ഞതയാണ്. അതായത് ഇത് തികച്ചും ഇല്ലാത്തതാണ് എന്ന സത്യത്തെ അനുഭവത്തിലൂടെ നമ്മൾ സാക്ഷാത്കരിച്ചിട്ടില്ല. ഒരാൾ പറഞ്ഞു കേൾക്കുന്നു, അതിന് ചില യുക്തികൾ വേദാന്തികൾ നിരത്തുകയും ചെയ്യുന്നു. എന്നാലും നമ്മൾ സ്വാനുഭവത്തിലൂടെ ഇതിൻ്റെ മിഥ്യാത്വത്തെ മനസ്സിലാക്കാതെ ഇത് കള്ളമാണ്, ഇത് മിഥ്യയാണ് എന്ന് 100% ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം അനുഭവത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടാലേ അത് പൂർണ്ണമാകും. ഇല്ലാത്തതാണെന്ന് അനുഭവത്തിലൂടെ അറിയണം. ഇപ്പോൾ യുക്തിയുടെ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ബുദ്ധിയുടെ തലത്തിൽ നിന്നാണ് രാമൻ ചോദ്യം ചോദിക്കുന്നത്. അതിന് വസിഷ്ഠ മഹർഷി പറയുന്ന ഉത്തരം, അസത്താണ് ദൃശ്യം എന്നുള്ള കാര്യത്തിൽ വേദാന്തികൾക്ക് അല്പം പോലും സംശയമില്ല. എന്നാലും നീ ഒരു യുക്തി ചോദിച്ചത് കൊണ്ട് പറയാം, പ്രപഞ്ചാനുഭവത്തിന് അല്ലെങ്കിൽ ദൃശ്യാനുഭവത്തിന് യുക്തിയുക്തമായ ഒരു കാരണം കണ്ടുപിടിക്കാൻ വേദാന്തികൾക്കും പറ്റുന്നില്ല, സാധാരണക്കാർക്കും പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് കാരണമില്ലാതെ കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഈ പ്രപഞ്ചം എന്നതുകൊണ്ട് ഇത് ഭ്രമമാവാനേ തരമുള്ളൂ. ഇതാണ് യുക്തി. ഇതിന് വിശേഷിച്ച് കാരണമൊന്നും കണ്ടുപിടിക്കാൻ ആർക്കും പറ്റുന്നില്ല. അതുകൊണ്ട് ഇത് മിഥ്യയാണ്. കാരണം അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, അജ്ഞാനികൾക്കല്ല കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ജ്ഞാനികൾക്ക് പോലും ഈ പ്രപഞ്ചാനുഭവത്തിന് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ഇത് മിഥ്യയാണ് എന്ന് എഴുതി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അനുഭവത്തിലൂടെ അതിനെ സാക്ഷാത്കരിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ അല്പം പോലും സംശയത്തിന് സ്ഥാനമില്ലാതായി. അസദ്രൂപസ്യ ദൃശ്യസ്യ കാരണാഭാവതഃ സദാ ദൃശ്യതാസ്യേത്യപി. ദ്രഷ്ടാവിന് പറ്റിയ ഒരു അമളിയോ അബദ്ധമോ മാത്രമാണ് ദൃശ്യം. ആ ദൃശ്യത്തിന് ദ്രഷ്ടാവിന് യുക്തിയുക്തമായ ഒരു മറുപടി പറയാനില്ല. ജ്ഞാനികൾക്ക് മറുപടി പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ, ജ്ഞാനികൾ ഇത് മിഥ്യയാണെന്ന് സാക്ഷാത്കരിച്ചവരാണ്. അവർക്ക് ഇതില്ലാത്തതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് കൊണ്ട് ദൃശ്യത അല്ലെങ്കിൽ ദൃശ്യം എന്നുള്ള നില ഇല്ലാത്തത് തന്നെ. പ്രൗഢനിർദ്ദേശസ്യ അത്യസംഭവാത്. ലോകത്തിലുള്ള സകല മനുഷ്യരും ഇതിനെ സത്യമെന്ന് കരുതിയാണ് ജീവിക്കുന്നത്. മനുഷ്യർ മാത്രമല്ല, പക്ഷിമൃഗാദികളും മറ്റ് ജീവികളും എല്ലാം ഈ പ്രപഞ്ചത്തിന് സത്യത്വം നൽകിയിട്ടുണ്ട്. വാസ്തവം എന്ന പോലെയാണ് അനുഭവിക്കുന്നത്. ഇങ്ങനെ പ്രപഞ്ചം വാസ്തവമാണ് എന്നുള്ള
ഒരു വിചാരം സകല ജീവികളുടെയും ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കുന്നു. അതിനെ അത്ര പെട്ടെന്ന് വലിച്ചു പറിച്ച് കളയാൻ പറ്റില്ല. അതിന് നിരന്തരമായ പരിശ്രമം, മനുഷ്യപ്രയത്നത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഉണ്ട് എന്ന് കരുതുന്ന ഒന്നാണ് ഈ പ്രപഞ്ചമെങ്കിലും ഇത് അത്യസംഭവമാണ്. അസംഭവം എന്ന് പറഞ്ഞാൽ സാധ്യതയില്ലാത്തത്, ഇങ്ങനെ ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. അസംഭവം എന്ന് പോലും അല്ല പറയുന്നത്, അത്യസംഭവം, അങ്ങേയറ്റം ഇല്ലാത്തതാണ്. പ്രപഞ്ചം എന്ന ഒന്ന് ശുദ്ധബോധത്തിൽ ഉണ്ടാവാൻ തീരെ സാധ്യതയില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ്. യുക്തിചിന്ത ചെയ്യുന്നവനാണ് പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം പിടികിട്ടുന്നത്. കണ്ടതിനെ അപ്പടി വിശ്വസിക്കുന്നവൻ, ഇന്ദ്രിയാനുഭവങ്ങളെ സത്യമെന്ന് കരുതുന്ന ഒരു വ്യക്തിക്ക് പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം ഒരിക്കലും പിടികിട്ടാൻ പോകുന്നില്ല. യുക്തിയുടെ ഉരകല്ലിൽ ഉരച്ചു നോക്കണം. ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് മിഥ്യയാവുന്നത്? അവ കുറേ നേരം നമ്മുടെ മുമ്പിൽ പ്രകാശിച്ചിട്ട് മറഞ്ഞു പോകുന്നു. ജാഗ്രതയിലെ ദൃശ്യത്തെ തുടച്ചു നീക്കിയിട്ടാണ് സ്വപ്ന ദൃശ്യങ്ങൾ ഉള്ളിൽ പൊന്തുന്നത്. വീണ്ടും ഉണരുമ്പോൾ സ്വപ്ന ദൃശ്യങ്ങൾ മാഞ്ഞു പോവുകയും ജാഗ്രത ദൃശ്യങ്ങൾ പഴയതുപോലെ പൊന്തി വരികയും ചെയ്യുന്നു. ഇപ്പം ഈ രണ്ട് ദൃശ്യങ്ങളും കള്ളമാണ് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. തത്ര അസതോ ഭാന അസംഭവം പ്രഥമശ്ലോകേന അഭ്യുപേത്യ അതയേവ സതഃപരം ആത്മനയേവ മായയാ തഥാ ഭാനം ഇത്യുത്തരം ദ്വിതീയേനാഹ. ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യത്തിന് ഇത് യഥാർത്ഥത്തിൽ ഇല്ല. പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി അന്വേഷിക്കുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. അതാണ് പണ്ടുള്ള ശാസ്ത്രജ്ഞന്മാരും ആധുനിക ശാസ്ത്രജ്ഞന്മാരും ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. പ്രപഞ്ചം എവിടെ നിന്ന് വന്നു? ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് ഇന്നും ഇന്നലെയല്ല മനുഷ്യർ ചിന്തിക്കാൻ തുടങ്ങിയത്. അനാദികാലം മുതൽക്ക് തന്നെ പ്രപഞ്ചോത്പത്തിയെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, ഈ ചോദ്യം മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു പ്രഹേളിക പോലെ, പ്രഹേളിക എന്ന് പറഞ്ഞാൽ കടങ്കഥ എന്നാണ് അർത്ഥം, ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്ത ചോദ്യം. മറ്റൊരാൾ ഉത്തരം പറഞ്ഞാലല്ലാതെ സ്വയം ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്ത ചോദ്യത്തെയാണ് പ്രഹേളിക എന്ന് പറയുന്നത്. അത് സംസ്കൃത വാക്കാണ്. കടങ്കഥ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. പല കടങ്കഥകൾക്കും ഉത്തരം എത്ര ആലോചിച്ചാലും നമുക്ക് കിട്ടില്ല. പക്ഷേ വേറൊരാൾ അതിൻ്റെ ഉത്തരം പറയുമ്പോൾ നല്ല പൊരുത്തമുണ്ട്, നല്ല പോലെ നമുക്ക് ഈ കടങ്കഥയെയും അതിൻ്റെ ഉത്തരത്തെയും ബന്ധപ്പെടുത്താൻ കഴിയുന്നു എന്ന് നമുക്ക് ബോധ്യമാകും. ഇല്ലാത്തത് പ്രകാശിക്കുമോ? ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള സംശയം. പ്രപഞ്ചം ഇല്ല എന്ന് അദ്വൈത ആചാര്യന്മാർ പറയുന്നു. നമുക്ക് ഇത് സത്യമെന്ന പോലെയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ വേദാന്തികളുടെ കാഴ്ചപ്പാടിനോട് യോജിച്ച് അവരുടെ അഭിപ്രായത്തോട് നമ്മൾ യോജിപ്പ് പ്രകടിപ്പിച്ചാൽ, വേദാന്തികൾ ഇല്ല എന്നാണല്ലോ പറയുന്നത്, ഇല്ലാത്തതാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ വ്യക്തമായി അനുഭവിക്കുന്നു? ഇതാണ് നമ്മുടെ ഉള്ളിൽ പൊന്തുന്ന സംശയം. ഇല്ലാത്തതാണെങ്കിൽ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇല്ലാത്തതാണെന്ന് നിങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ വാദം അംഗീകരിച്ചാൽ, നിങ്ങൾ ഇല്ല എന്ന് പറയുന്നതിനെ ഞാൻ അംഗീകരിച്ചാൽ എന്ന് പറഞ്ഞാൽ അനുഭവത്തിലൂടെയല്ലാതെ ബുദ്ധിപരമായി അങ്ങയോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ കൊണ്ട് ഞാൻ അങ്ങ് പറയുന്നത് സത്യമാണെന്ന് വിചാരിച്ചാൽ എനിക്ക് എന്തുകൊണ്ട് ഈ ഇല്ലാത്ത പ്രപഞ്ചം സത്യമെന്ന പോലെ അനുഭവപ്പെടുന്നു? കുഞ്ഞെ, നീ ഇതിൻ്റെ മിഥ്യാത്വം തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് കേട്ടു എന്നെ നീ വിശ്വസിക്കുന്നു, പക്ഷെ നിനക്ക് ബോധ്യപ്പെട്ടില്ലല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം. നിനക്ക് അനുഭവത്തിലൂടെ ഈ പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് ബോധ്യപ്പെടാത്തിടത്തോളം കാലം ഇത് സത്യമായി തന്നെ നിൻ്റെ മുന്നിൽ പ്രകാശിക്കും. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിലൂടെയാണ്
പ്രപഞ്ചം മിഥ്യയാണ് എന്ന സത്യം കണ്ടെത്തപ്പെടേണ്ടത്. അപ്പോൾ അസത്തായ ഒന്ന് എങ്ങനെ പ്രകാശിക്കുന്നു എന്ന് ചോദിച്ചാൽ സതഹ പരമാത്മനയേവ മായയ, സത്ത് സ്വരൂപമായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്മ സ്വരൂപമായിട്ടുള്ള പരമാത്മാവിൻ്റെ മായ എന്ന പേരിൽ അറിയപ്പെടുന്ന ശക്തിയാണ് ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നാൻ കാരണം. ഒരു ചോദ്യത്തിന് മറുപടി പറയണ്ടേ? മായയാണ് ഇല്ലാത്ത പ്രപഞ്ചത്തെ ഉള്ളതുപോലെയാക്കി തീർക്കുന്നത്. ഇവിടം കൊണ്ട് പ്രശ്നം തീരുന്നില്ല. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? മായയാണ് പ്രപഞ്ചം സത്യം എന്ന പോലെ അനുഭവപ്പെടാൻ കാരണം. അടുത്ത ചോദ്യം മായയെക്കുറിച്ചുള്ള ചോദ്യമാണ്. എന്താണ് ഈ മായ? മായ എന്താണെന്ന് ചോദിച്ചാൽ ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നുന്നതാണ് മായ. ഇതെന്തുത്തരമാണ്? പ്രപഞ്ചം എന്തുകൊണ്ട് സത്യമായി അനുഭവപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് മായ കാരണമായിട്ട് എന്ന് മറുപടി പറയുന്നു. ഇപ്പൊ മായ എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഇല്ലാത്തത് ഉള്ളതുപോലെ അനുഭവപ്പെടുന്നത് ആണ് മായ. ഇത് നേരത്തെ പറഞ്ഞതിന് തന്നെ വേറൊരു രീതിയിൽ പറയുന്നതല്ലേ? ഇനി മായ എന്നുള്ള വാക്കിന് യഥാർത്ഥത്തിൽ ഏതൊന്നാണോ ഇല്ലാത്തത് പക്ഷേ ഉള്ളതുപോലെ കാണപ്പെടുന്നത് അതാണ് മായ. അപ്പം അത് തന്നെയാണ് ഈ പ്രപഞ്ചം. ചുരുക്കം, ഇല്ലാത്തത് ഉള്ളതുപോലെ അനുഭവപ്പെടുന്നു, അത് തന്നെയാണ് മായ, അത് തന്നെയാണ് ദൃശ്യപ്രപഞ്ചം. ആ മായയാണ് ഇല്ലാത്തത് ഉള്ളതുപോലെ അനുഭവപ്പെടാൻ കാരണം. ഇനി കാരണാഭാവതഃ അസദ്രൂപസ്യ ഉത്പത്തേരേവ അസംഭവാത് അസ്യ ദൃശ്യതാഭീതി പ്രൗഢ്യാ നിർദ്ദേശഃ പ്രൗഢിവാദഃ തസ്യ അത്യസംഭവാത് സുതരാം അസംഭവാദിത്യർത്ഥഃ. കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതിന്. യുക്തിയുക്തമായ ഒരു കാരണം മായയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭ്രമാനുഭവങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് കണ്ടാലും ഇല്ല എന്ന് തീരുമാനിക്കുന്നതാണ് ബുദ്ധി. കാണപ്പെട്ടാലും ഇന്ദ്രിയ മനസ്സുകളിലൂടെ അനുഭവിച്ചാലും ഇത് ഇല്ലാത്തത് തന്നെ എന്ന ബുദ്ധിയെ അംഗീകരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഇപ്പം നമുക്കെന്താണ് പ്രയാസം? ഞാൻ എൻ്റെ ഇന്ദ്രിയ മനസ്സുകളിലൂടെ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു, അതുകൊണ്ട് ഇത് സത്യമാവണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇന്ദ്രിയ മനസ്സുകൾ എന്നും നിങ്ങളെ പറ്റിച്ചിട്ടേ ഉള്ളൂ. ഈ ഇന്ദ്രിയ മനസ്സുകളിലൂടെ നിങ്ങൾ ഇന്നേ വരെ അനുഭവിച്ച സകല കാഴ്ചകളും ഇല്ലാത്തവയായിരുന്നു, ഇപ്പോഴും ഇല്ലാത്തവ തന്നെ. നിങ്ങളുടെ ഇന്ദ്രിയാനുഭവങ്ങൾക്ക് നിങ്ങൾ അളവിൽ കവിഞ്ഞ പ്രാധാന്യം എന്തിനു നൽകുന്നു? ഇതാണ് ചോദ്യം. ഞാൻ എൻ്റെ ഇന്ദ്രിയ മനസ്സുകളിലൂടെ അനുഭവിക്കുന്നത് കൊണ്ട് ഒന്ന് സത്യമാകണം എന്നുള്ള പിടിവാശി എന്തിന്? എന്തുകൊണ്ട് നിങ്ങളുടെ യുക്തിയെ വേദാന്ത സിദ്ധാന്തം പറയുന്ന യുക്തിയെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല? അങ്ങനെ അംഗീകരിക്കാൻ തയ്യാറാവാത്തതിന് കാരണം നമ്മുടെ ഉള്ളിലുള്ള അജ്ഞത തന്നെയാണ്. അജ്ഞനാണ് താൻ അനുഭവിക്കുന്നത് പരമസത്യമായേ പറ്റൂ എന്ന് ശാഠ്യം പിടിക്കുന്നത്. അത് കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണ്. ഈ പിടിവാശി എന്നൊക്കെ പറയുന്നത് ബാലന്മാരുടെ സ്വഭാവമാണ്. മുതിർന്നവർ ബാലന്മാരെ പോലെ തരം താഴരുത്. നമുക്ക് ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കണം, വിചാരം ചെയ്യണം. വിചാരം ചെയ്താണ് പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം ഒരു പരിധിവരെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോഴും 100% ഉറപ്പ് വരുന്നില്ല. ആത്മാനുഭവത്തിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ മായാമയത്വത്തെ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇത് തികച്ചും ഇല്ലാത്തതാണ് എന്ന വസ്തുത ഒരു വ്യക്തിക്ക് പിടികിട്ടുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഒരു യുക്തി പറയുകയാണ്. ഈ പ്രപഞ്ച അനുഭവത്തിന് അല്ലെങ്കിൽ ദൃശ്യങ്ങൾക്ക്
വിശേഷിച്ചൊരു കാരണമില്ല. കാരണമില്ലാതെ വെറുതെ കാണപ്പെടുന്നത് ഭ്രമമാവാനേ പറ്റൂ. സത്യമായിരുന്നെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടാവണം. ഇപ്പം നമ്മൾ പറയും, ഇല്ല, പ്രപഞ്ച ദൃശ്യങ്ങൾക്കൊക്കെ കാരണമുണ്ട്. ഞാനൊരു മരത്തെ കാണുന്നു, ഈ മരത്തിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ വിത്ത്, ഒരു വിത്തിൽ നിന്ന് വളർന്നു പൊന്തിയിട്ടുള്ളതാണ് ഈ മരം. അപ്പോൾ ഈ മരത്തിന് കാരണമില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? വിത്താണല്ലോ അതിൻ്റെ കാരണം. സമ്മതിച്ചു. ആ വിത്ത് എവിടെ നിന്ന് വന്നു? അല്ല, ഈ വിത്തെന്ന് പറയുന്നത് ഒരു മരത്തിൽ നിന്ന് ഉണ്ടായതാണ്. ആ മരം വേറൊരു വിത്തിൽ നിന്നുണ്ടായതാണ്. ആ വിത്ത് വേറൊരു മരത്തിൽ നിന്നുണ്ടായതാണ്. ഇപ്പോൾ മരത്തിൻ്റെ കാരണം വിത്ത്, വിത്തിൻ്റെ കാരണം മരം. ഇതെന്ത് കാരണബന്ധമാണിത്? ഒന്ന് മറ്റേതിന് കാരണം, രണ്ടാമത്തേത് ആദ്യത്തേതിൻ്റെ കാരണം. അച്ഛൻ്റെ കാരണം മകൻ, മകൻ്റെ കാരണം അച്ഛൻ. ഇതെവിടെയെങ്കിലും സാധ്യമാണോ? അച്ഛനാണ് മകനെ ജനിപ്പിച്ചത്, മകൻ്റെ കാരണം അച്ഛനാണ് എന്നുള്ളത് അംഗീകരിക്കാം. പക്ഷേ ഈ അച്ഛൻ്റെ കാരണം എങ്ങനെ മകനാവും? അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എന്തും. നിങ്ങൾ എന്തിനെ വേണമെങ്കിലും വിശകലനം ചെയ്തോളൂ, വ്യക്തമായ ഒരു കാരണം കണ്ടുപിടിക്കാൻ സാധ്യമല്ല. കോഴിയിൽ നിന്ന് മുട്ട, മുട്ടയിൽ നിന്ന് കോഴി. ഇപ്പം ആദ്യം ഏതാണ് ഉണ്ടായത്? ഇത് പണ്ട് മുതലേ മനുഷ്യൻ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മായയുടെ ഉള്ളിൽ ഇങ്ങനെയേ സംഭവിക്കൂ. എന്തുകൊണ്ട്? ഇവിടെ ഒന്നിൻ്റെ കാരണം മറ്റൊന്ന് എന്ന് നമുക്ക് തോന്നിയാലും അത് അന്തിമമായ ഒരു കാരണമല്ല. അതിന് വേറൊരു കാരണമുണ്ടാവും. എൻ്റെ ജന്മത്തിന് കാരണം എൻ്റെ പിതാവ്, ആ പിതാവിൻ്റെ ജന്മത്തിന് കാരണം മുത്തശ്ശൻ, ആ മുത്തശ്ശൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ. ശരി, ഇപ്പം ആദ്യം ഒരു മനുഷ്യനുണ്ടാവണമല്ലോ, തലതൊട്ടപ്പൻ. അദ്ദേഹത്തിന് ആരാണ് കാരണം? അല്ല, അദ്ദേഹം നമ്മളെപ്പോലെ ജനിച്ച ഒരു വ്യക്തിയാവണമല്ലോ. അപ്പോൾ ഭൂമിയിൽ ആദ്യമുണ്ടായ മനുഷ്യന് ഒരു കാരണം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ഒരു മാതാവും പിതാവും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇയാളെ എങ്ങനെയാണ് ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുക? അയാൾക്ക് മുമ്പ് ഈ മാതാവും പിതാവും ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇതൊരു അവസാനിക്കാത്ത, അതായത് ഒരു അന്തമില്ലാത്ത ഒരു ചങ്ങല പോലെ. ഇതിൻ്റെ തുടക്കം എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാണ് പരസ്പരാശ്രിതത്വം എന്ന് പറയുന്നത്, മ്യൂച്വൽ ഡിപ്പെൻഡൻസ്. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു, ആ മറ്റൊന്ന് ആദ്യം പറഞ്ഞതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ പരസ്പരാശ്രയത്വം അല്ലെങ്കിൽ പരസ്പര കാരണത്വം അല്ലെങ്കിൽ പരസ്പര കാര്യത്വം, ഇതാണ് മായയുടെ ഏറ്റവും പ്രധാന ജോലി. ഇത് കള്ളമാണെന്ന് നമ്മെ മനസ്സിലാക്കാൻ ഈ മായ അനുവദിക്കുകയേയില്ല. നിങ്ങൾ ചിന്തിക്കും തോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ നൂലാമാലകളിൽ പെടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അന്തിമമായ സത്യം നമുക്ക് പുറമേ അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റില്ല. ഈ സത്യം, ഏത് സത്യം? മായയുടെ രഹസ്യം പുറമേ അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം നമ്മുടെ ഋഷീശ്വരന്മാർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവർ ശ്രദ്ധയെ അന്തർമുഖമാക്കി തീർത്തു. പുറമേ അന്വേഷിച്ച ഈ ദൃശ്യങ്ങളുടെ രഹസ്യം പിടികിട്ടില്ല എന്ന് വിചാരിച്ച് അവർ ഉള്ളിലേക്ക് തിരിഞ്ഞു. ഉള്ളിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ മറ്റൊരു ദൃശ്യപ്രപഞ്ചം, അതെവിടെ നിന്ന് പൊന്തുന്നു എന്ന് വീണ്ടും ആലോചിച്ച് ഉള്ളിലേക്ക് പോയി. ഏറ്റവും ഉള്ളിൽ ചെന്നപ്പോൾ അവിടെ പ്രപഞ്ചത്തിൻ്റെ കണിക പോലുമില്ല. ആനന്ദഘനമായ ഒരു ആത്മതത്വം മാത്രമേ അവിടെയുള്ളൂ എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. വീണ്ടും അവർ ഇന്ദ്രിയ തലത്തിലേക്ക് വന്നപ്പോൾ നേരത്തെ കാണപ്പെട്ടതുപോലെ
ഈ പ്രപഞ്ചം കാണപ്പെടുന്നു. അപ്പോൾ അവർ തീരുമാനിച്ചു, ഇത് ആത്മാവിൻ്റെ ഒരു ശക്തിവിശേഷമാണ്. അതാണ് ഈ ദൃശ്യങ്ങളെ സത്യമെന്ന പോലെ ആക്കി തീർക്കുന്നത്. ആത്മാവിൽ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ നമ്മെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. ഈ ദൃശ്യങ്ങൾ കണ്ടാലും ഇല്ലാത്തതാണ്. ആത്മാവിൻ്റെ തന്നെ മായാശക്തിയുടെ പ്രകടനങ്ങളാണ് ഈ ദൃശ്യങ്ങൾ എന്ന് വ്യക്തമായി അറിയാൻ പറ്റും. അപ്പോഴും ദൃശ്യാനുഭവത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നില്ല. ദൃശ്യങ്ങളെ നമുക്ക് തുടച്ചു മാറ്റേണ്ട ഒരാവശ്യകതയില്ല. അതിൻ്റെ ഇല്ലായ്മ പിടികിട്ടിയാൽ മാത്രം മതി. കാരണം ദൃശ്യത്തിന് സത്യത്വം നൽകുന്നതാണ് നാം ദുഃഖിക്കാൻ കാരണം. ഇത് സത്യമാണ്, വാസ്തവമാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മോഹിതരാകുന്നത്. മോഹം പ്രപഞ്ചത്തിന് സത്യത്വം കൽപ്പിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന് സത്യത്വം കൽപ്പിക്കരുത്. പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനമായ ആത്മാവാണ് വാസ്തവത്തിലുള്ളത് എന്നുള്ള സിദ്ധാന്തപരമായ സത്യം ആദ്യം മനസ്സിലാക്കുക. അനുഭവം പതുക്കെ വന്നോളും. ഒരു കാര്യം ഇതാണ് വസ്തുത എന്നുള്ളത് സത്യദർശികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് നമ്മുടെ ബുദ്ധി അംഗീകരിക്കട്ടെ. അനുഭവം എന്നുള്ളത് പിന്നെ ആവട്ടെ. അപ്പോൾ പരമാത്മാവിൻ്റെ മായാശക്തിയാലാണ് ഈ ദൃശ്യങ്ങൾ ഉള്ളതുപോലെ പ്രകാശിക്കുന്നത്. ഈ ദൃശ്യങ്ങൾക്കൊന്നിനും കാരണം കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവ യഥാർത്ഥത്തിൽ ഇല്ലാത്തവ തന്നെയാണ്. ഇങ്ങനെ ഒരു ദൃശ്യം യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ ദൃശ്യം സത്യമാണെന്ന് പറഞ്ഞാൽ ഇവ ഏതിൽ നിന്നാണ് ഉണ്ടായത് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. ഒരു കാരണവുമില്ലാതെ ഒന്ന് പ്രത്യക്ഷപ്പെടുവോ? ശൂന്യതയിൽ നിന്ന് ഉണ്ടാവുന്ന ഒന്ന് ശൂന്യതയല്ലാതെ മറ്റെന്താവാൻ പറ്റും? ശൂന്യത്തിൽ നിന്ന് പ്രകടമാകുന്ന ഒന്ന് അത് ശൂന്യത്തിൻ്റെ തന്നെ പ്രകടനമാവാതെ അത് ഉള്ള ഒന്ന് എങ്ങനെയാവും? അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം മായ കാരണമായിട്ടാണ്. ആ മായ പരമാത്മാവിൻ്റെ ഒരു ശക്തിയാണ് എന്നുള്ള ആമുഖത്തോടു കൂടിയാണ് രാമൻ്റെ ചോദ്യത്തിന് വസിഷ്ഠ മഹർഷി ഉത്തരം പറയാൻ ആരംഭിക്കുന്നത്. യദിദം ഭാസതേ കിഞ്ചിത് ദ്രഷ്ടൃദൃശ്യഭ്രമാത്മകം ജഗദാദിപരം രൂപം തദ്വിദ്ധി പരമാത്മനഃ. യദിദം ഭാസതേ കിഞ്ചിത്, ഈ ലോകത്തിൽ എന്തെന്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവപ്പെടുന്നുണ്ടോ, ദ്രഷ്ടൃദൃശ്യഭ്രമാത്മകം, ഈ ദൃശ്യാനുഭവങ്ങളിലെല്ലാം ഏത് ദൃശ്യാനുഭവം വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. ജാഗ്രതത്തിലെ ദൃശ്യം തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. സ്വപ്നത്തിലെ ദൃശ്യങ്ങൾ തന്നെ ആയിക്കോട്ടെ. സ്വപ്ന ദൃശ്യമായാലും ജാഗ്രതത്തിലെ ദൃശ്യമായാലും അവിടെയെല്ലാം ദ്രഷ്ടാവ് ദൃശ്യം എന്ന രണ്ട് ഘടകങ്ങളുണ്ട്. കാണുന്നവൻ അല്ലെങ്കിൽ അനുഭവിക്കുന്നവൻ, അതുപോലെ കാണപ്പെടുന്നത് അല്ലെങ്കിൽ അനുഭവിക്കപ്പെടുന്നത്. ഈ ദ്വൈതം ജാഗ്രതത്തിലും സ്വപ്നത്തിലും ബാക്കിയുണ്ട്. ഇത് രണ്ടും ഭ്രമമാണെന്ന് തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞങ്ങളെപ്പോലെയുള്ള സത്യദർശികൾ, വസിഷ്ഠ മഹർഷിയെ പോലെയുള്ള സത്യദർശികൾ ഈ ദ്രഷ്ടാവും ദൃശ്യവും കള്ളമാണ് എന്ന് വളരെ വ്യക്തമായി സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അവരുടെ വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവരെ കുറഞ്ഞ പക്ഷം അവിശ്വസിക്കാതെയെങ്കിലും ഇരിക്കാം. അത് പറ്റില്ലേ? നമുക്ക് നിശ്ചയമില്ലാത്ത കാര്യങ്ങൾ വേറൊരാൾ പറയുമ്പോൾ ആ വ്യക്തി വിശ്വാസ്യതയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അയാളുടെ വാക്കുകൾ അപ്പടി വിശ്വസിക്കും. കാരണം അയാൾ കള്ളം പറയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മെ പറ്റിച്ചിട്ട് അയാൾക്ക് ഒന്നും നേടാനില്ല. അപ്പോൾ അവിശ്വസനീയമായ പല കാര്യങ്ങളുമാണ് ശാസ്ത്രജ്ഞന്മാർ എന്നും പറഞ്ഞിട്ടുള്ളത്, അല്ലേ?
അവിശ്വസനീയമായ കാര്യങ്ങൾ, സാധാരണ മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് ശാസ്ത്രജ്ഞന്മാർ, പണ്ടുള്ള ശാസ്ത്രജ്ഞന്മാരായാലും ശരി ആധുനിക ശാസ്ത്രജ്ഞന്മാരായാലും ശരി, ഇവർ പറയുന്നതൊന്നും സാധാരണക്കാർക്ക് പ്രഥമ ദൃഷ്ട്യാ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്നാലും അത് ശാസ്ത്രമാണ് എന്ന ഒരു വിചാരത്തോടുകൂടി നമ്മൾ അവയെ സത്യമായി അംഗീകരിക്കുന്നില്ലേ? തെളിയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ശാസ്ത്രം തെളിയിച്ചതുപോലെ നിങ്ങൾ തെളിയിച്ചിട്ടുണ്ടോ? ശാസ്ത്രം തെളിയിച്ചിട്ട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തന്നു, നിങ്ങൾ ആ അവരുടെ വാക്കുകളെ വിശ്വസിക്കുക മാത്രമല്ലേ ചെയ്യുന്നത്? മൈക്രോസ്കോപ്പിലൂടെ ഒരു വസ്തുവിനെ നോക്കിയിട്ട് ഇതെല്ലാം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് എന്ന് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മേശയും കസേരയും കല്ലും മണ്ണുമൊക്കെ അതിസൂക്ഷ്മമായ കണങ്ങളാൽ, ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ കണ്ട് അറിഞ്ഞവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഈ ശാസ്ത്രങ്ങൾക്ക് പ്രാമാണ്യതയുണ്ടാവുന്നത്. ഈ ശാസ്ത്രത്തെ സയൻസ് എന്ന് നമ്മൾ പറയുന്നില്ലേ, ഇതൊക്കെ ശാസ്ത്രമാണ്. രസതന്ത്രം, ഊർജതന്ത്രം, ജീവശാസ്ത്രം, ഇങ്ങനെ ശാസ്ത്രത്തിൻ്റെ പല വിഭാഗങ്ങൾ. ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. ഗ്രഹനിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ സമയം മോശമാണ്, അടുത്ത ഒക്ടോബർ കഴിയും നല്ല നേരം വരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സമയം മാറാൻ, കഷ്ടകാലം നീങ്ങാൻ എന്നൊക്കെ പറയുമ്പോൾ താൻ പോകുക എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. ഈ ജ്യോതിഷത്തിലും ജ്യോത്സ്യനിലും വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ ആൾക്കാർ ആ ശാസ്ത്രത്തെ അംഗീകരിക്കുന്നത്. നമ്മൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകാൻ കാരണം തന്നെ അയാളുടെ വാക്കുകളിൽ നമുക്ക് 100% വിശ്വാസമില്ലെങ്കിലും ഒരു 50-60% ഒരു പക്ഷേ ശരിയാകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത തള്ളിക്കളയാതെയാണ് നമ്മൾ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നത്. ഇതുപോലെ നമുക്ക് പൂർണ്ണമായ വിശ്വാസം ഒന്നിലും ഇല്ലെങ്കിലും ഒന്നിലും നമുക്ക് 100% വിശ്വാസം ഉണ്ടാകാറില്ല. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. സംശയിക്കുക എന്നുള്ളത് ഇവന് പരമ്പരയായി കിട്ടിയിട്ടുള്ള ഒരു സ്വത്താണ്, തറവാട്ട് സ്വത്താണ്. എന്തിനേയും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുക എന്നുള്ളത്. ആര് പറഞ്ഞാലും അതിനെ വാച്യാർത്ഥത്തിൽ 100% വിശ്വസിക്കാൻ പൊതുവേ മനുഷ്യർ തയ്യാറല്ല. അത് മനുഷ്യൻ്റെ സഹജമായ ഒരു ഗുണമെന്ന് പറയാൻ പറ്റില്ല, അതൊരു ദോഷമാണ്. അവൻ്റെ രക്തത്തിൽ ഈ സ്വഭാവം കലർന്നിട്ടുണ്ട്, അവൻ്റെ ജീനുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്വഭാവമാണ്. ആരെയും വിശ്വസിക്കത്തില്ല. താൻ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തെ പോലും നമുക്ക് പൂർണ്ണ വിശ്വാസമില്ല. ഇതെങ്ങാനും ഞാൻ അറിയാതെ അഴിഞ്ഞ് താഴെ വീണാലോ, എൻ്റെ നഗ്ന ശരീരം മറ്റുള്ളവർ കണ്ടാലോ? നമ്മൾ ഉടുതുണിയെ പോലും വിശ്വസിക്കാത്തവരാണ്. നമ്മൾ ആരെയാണ് വിശ്വസിക്കുക? അപ്പോൾ മനുഷ്യർക്ക് ഒന്നിനെയും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു സ്വഭാവം ഇല്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാൻ ഋഷികളുടെ വാക്കിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അവിടെ 100% വിശ്വാസം ഉണ്ടാവില്ല. ഒരു 90, 95, 98% വരെ ആവാം. സംശയത്തിൻ്റെ ഒരു സാധ്യത, അത് തെറ്റാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു. അങ്ങനെ ഒരു 2% സംശയത്തിന് വിട്ടുകൊടുത്തിട്ടാണ് നമ്മൾ ശാസ്ത്രങ്ങളെപ്പോലും വിശ്വസിക്കുന്നത്. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ വസിഷ്ഠ മഹർഷിയുടെ സിദ്ധാന്തം, അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടുവയ്ക്കാം. ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. ഒരു തകരാറ് സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോകുന്നില്ല. അത് പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും യതിദം ഭാസതേ കിഞ്ചിത്, എന്തെന്ത് ഇവിടെ ഉള്ളതായി പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളതായി നമ്മുടെ അനുഭവമണ്ഡലത്തിൽ ഉണ്ടോ
അവിടെയൊക്കെ ദ്രഷ്ടാവ് ദൃശ്യം എന്ന രണ്ട് ഘടകങ്ങൾ ഉണ്ടാവും. ഇത് രണ്ടും കള്ളമാണ് എന്നുള്ളതാണ് സത്യദർശികളുടെ ഉറച്ച തീരുമാനം. അവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? ദ്രഷ്ടാവിനെയും ദൃശ്യത്തെയും ഒരുപോലെ കള്ളം, ഒരുപോലെ മിഥ്യ എന്ന് എന്തുകൊണ്ട് അവർ തള്ളിക്കളയുന്നു എന്ന് ചോദിച്ചാൽ, അത് അവർ അനുഭവത്തിലൂടെ സാക്ഷാത്കരിച്ച സത്യമായതുകൊണ്ട്. അനുഭവത്തിലൂടെ ഒരാൾ സ്വാനുഭവത്തിലൂടെ ഒന്നിനെ അറിയുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ പിന്നെ അയാൾക്ക് അതിൽ സംശയം ഉണ്ടാവാൻ പറ്റില്ല. നമ്മൾ നേരിട്ടറിയണം. ഞാൻ നേരിട്ട് കണ്ട ഒന്നിനെ എനിക്ക് എങ്ങനെയാണ് അവിശ്വസിക്കാൻ കഴിയുക? കേട്ടതിനെ നമുക്ക് അവിശ്വസിക്കാം, കാരണം മറ്റൊരാൾ പറഞ്ഞു കേട്ടതാണ്. ഇതങ്ങനെയല്ല, ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നല്ലേ പറയുന്നത്. പക്ഷെ ഈ കണ്ണും നമ്മളെ പറ്റിക്കും. അത് ഈ മണ്ടൻ അറിയുന്നില്ല. ഐ മൈസെൽഫ് സാ ദിസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഞാൻ തന്നെ നേരിട്ട് കണ്ടതാണ്, ഞാൻ ദൃക്സാക്ഷിയാണ്. കണ്ണാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത്. ചെവിയും മൂക്കും ത്വക്കൊന്നും ഇത്രത്തോളം പറ്റിക്കുന്നില്ല. ഉണ്ടോ? ശബ്ദം കേൾക്കാതിരിക്കാം. കണ്ണാണ് ഏറ്റവും വലിയ ഭ്രമത്തെ ഉണ്ടാക്കുന്നത്. അനേകം ഭ്രമങ്ങൾ നേത്രേന്ദ്രിയത്തിലൂടെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് കണ്ണിനെ നമ്പല്ലേ, കണ്ണിനെ വിശ്വസിക്കരുത്. പക്ഷേ ഈ നമ്പാൻ കൊള്ളാത്ത കണ്ണിനെയാണ് നമ്മൾ ഏറ്റവും വലിയ പ്രമാണമായി അംഗീകരിക്കുന്നത്. കേട്ടത് ചിലപ്പോൾ തെറ്റാവാം, പക്ഷെ കണ്ടതിനെ നമുക്ക് എങ്ങനെ അവിശ്വസിക്കാൻ പറ്റും? അങ്ങനെ 5 ഇന്ദ്രിയങ്ങളിൽ നേത്രത്തിന് നമ്മൾ അമിത പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഇവനാണ് ഏറ്റവും കൂടുതൽ നമ്മെ പറ്റിക്കുന്നത്, കണ്ണെന്നുള്ള ഇന്ദ്രിയം. അതുകൊണ്ട് ആദ്യം പറയുന്നത് നിങ്ങൾ കാണുന്നതൊന്നും സത്യമല്ല എന്നാണ്. പിന്നീടാവാം കേട്ടതിനെക്കുറിച്ചും മണത്തതിനെക്കുറിച്ചും രുചിച്ചതിനെക്കുറിച്ചും ഒക്കെ. ആദ്യം നിങ്ങൾ കാണുന്നതുണ്ടല്ലോ, കണ്ണിനെയാണല്ലോ നിങ്ങൾ പരമപ്രധാനമായി കരുതുന്നത്. ആ കണ്ണിലൂടെ കാണപ്പെടുന്ന ദൃശ്യം ഒന്നും സത്യമല്ല. അതുപോലെ ആ ദൃശ്യങ്ങളെ സത്യമെന്ന് കരുതുന്ന നിങ്ങളുടെ ഉള്ളിലെ ഞാൻ എന്ന ദ്രഷ്ടാവും സത്യമല്ല. ഈ ദ്രഷ്ടൃ ദൃശ്യങ്ങൾ കള്ളമാണ്. അത് രണ്ടും ഭ്രമമാണ്. ജഗദാദി പരം രൂപം തദ്വിദ്ധി പരമാത്മനഃ. ഇപ്പോൾ കാണുന്ന ഞാനും കള്ളം, എൻ്റെ കാഴ്ചയും കള്ളം. അപ്പോൾ പിന്നെ ഇവിടെ സത്യമായിട്ടൊന്നുമില്ലല്ലേ? ആര് പറഞ്ഞു? സത്യമായിട്ടൊന്നുണ്ട്. അതിൻ്റെ പേരാണ് ബ്രഹ്മം അഥവാ ആത്മാവ്. ഭക്തന്മാരുടെ ഭാഷയിൽ അതിനെ ഈശ്വരൻ, ദൈവം എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഭക്തന്മാർ അങ്ങനെ പേര് പറഞ്ഞ് വിളിക്കുന്നു. ഭഗവാൻ, ഈശ്വരൻ, ദൈവം, പരംപൊരുൾ. എന്താണ് ഈ പണ്ടാരം? മാപ്പ് സാക്ഷി. എല്ലാറ്റിനെയും കണ്ടുകൊണ്ട് അങ്ങ് അകലെ മുകളിൽ ഇരിക്കുന്ന ഒരു തത്വമാണ് ഭഗവാൻ എന്നാണ് ഈ ഭക്തന്മാർ വിചാരിക്കുന്നത്. അതല്ല, പ്രപഞ്ചമായി കാണപ്പെടുക എന്നുള്ളതാണ് ഭഗവാന്റെ സ്വരൂപം. ഭഗവാനെ നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് ദൈവദർശനം അല്ലെങ്കിൽ ഈശ്വര ദർശനം വേണം. ഇതാണ് നിങ്ങളുടെ അജ്ഞത. നിങ്ങൾ കാണുന്നത് ദൈവത്തെയാണ്, അത് തിരിച്ചറിയുന്നില്ല. പ്രപഞ്ചമായി പ്രതിഭാസിക്കുന്നത് ഈശ്വരനാണ്. ഇത് മനസ്സിലാക്കിയ ഋഷിയാണ് ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞത്. ഇതേ സത്യം മനസ്സിലാക്കിയ കൃഷ്ണൻ എന്ന അവതാര പുരുഷനാണ് ഭഗവത്ഗീതയിൽ വാസുദേവ സർവം എന്ന് പറഞ്ഞത്. ശിവഭക്തന്മാർ സർവം ശിവമയം എന്ന് പറയും, വിഷ്ണുഭക്തന്മാർ സർവം വിഷ്ണുമയം എന്ന് പറയും, വേദാന്തികൾ സർവം ബ്രഹ്മമയം എന്ന് പറയും. ഇവരൊക്കെ പറയുന്നത് ഒരേ കാര്യമാണ്. പേരിൽ എന്തിരിക്കുന്നു? ഇപ്പം നമ്മൾ ചക്കയ്ക്ക് ചക്ക എന്ന് പേരിട്ടിരിക്കുന്നു, മാങ്ങയ്ക്ക് മാങ്ങ എന്ന് പേരിട്ടിരിക്കുന്നു. ഇപ്പം തിരിച്ചാണ് ഇട്ടിരുന്നതെങ്കിൽ, അതായത് പണ്ട് മുതൽക്കേ ചക്കയ്ക്ക് മാങ്ങ എന്ന പേരാണ് ഇട്ടിരുന്നത്, അല്ലെങ്കിൽ മാങ്ങയെ ചക്ക എന്നാണ് വിളിച്ചിരുന്നത്. എന്താ വ്യത്യാസം?
ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. ഒരു വ്യത്യാസവുമില്ല. പണ്ട് മുതലേ ആളുകൾ ഉപയോഗിച്ച് വരുന്ന വാക്ക്, ആ വാക്ക് ഒരു വസ്തുവിനെ സൂചിപ്പിക്കാനാണ്. അങ്ങനെ നമ്മൾ ശീലിച്ചത് കൊണ്ട് ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചക്കയുടെ രൂപമാണ് ഉള്ളിൽ വരുന്നത്. മാങ്ങ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വേറൊരു ആശയമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ആശയങ്ങൾ, ഈ പേരുകൾ പരസ്പരം മാറിപ്പോയി എന്ന് വിചാരിച്ചാൽ എന്താണ്? ഒരു കുഴപ്പമില്ല. ഇപ്പം മാറ്റി വിചാരിച്ചാൽ കുഴപ്പമാണ്. ഇപ്പം ചക്കയെ മാങ്ങ എന്നും മാങ്ങയെ ചക്ക എന്ന് വിചാരിച്ചാലും കുഴപ്പമാണ്. ഇപ്പോൾ ആടിനെ ആടെന്ന് തന്നെ നമ്മൾ അറിയണം, പട്ടിയെ പട്ടി എന്നറിയണം. ഇപ്പം ആടിനെ പട്ടിയെന്നും പട്ടിയെ ആടെന്നും അറിഞ്ഞാൽ അപ്പം തലയ്ക്ക് അസുഖമാണെന്നും ബാക്കിയുള്ളവർ പറയും.